ഒരു രാജാവിന്റെ അടുത്ത് വന്നിട്ട് വളരെ പാവപ്പെട്ടൊരു മനുഷ്യൻ അയാളെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ രാജാവിന് ആകെ വിഷമായി പോയി. രാജാവ് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും തന്നിച്ചിട്ട് എനിക്ക് തികയൂല, അതുകൊണ്ട് എന്റെ ബെഡ്റൂമിൽ എന്റെ ഖജനാവുണ്ട്, അവിടെ എനിക്ക് 2.5 മണിക്കൂർ സമയം തരാം. അവിടുന്ന് എന്തൊക്കെ എനിക്ക് എടുക്കാൻ പറ്റും അതൊക്കെ എടുത്ത് ഈ ഇറങ്ങിക്കോ. പക്ഷെ ഒറ്റ കണ്ടീഷനുള്ളൂ, ഒരു പ്രാവശ്യം പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, രാജാവ് 2.5 മണിക്കൂർ സമയം ഖജനാവിന്ന് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് രാജാവിന്റെ ബെഡ്റൂമിൽ കൊടുത്തു. അവിടെ ചെന്നപ്പോൾ ഇയാൾ എന്ത് ചെയ്ത് അതിന് തന്നെ ഖജനാവ് പോയി നോക്കിയപ്പോൾ ഖജനാവിൽ വില പിടിച്ച മുത്തുകളും രത്നങ്ങളും പവിയങ്ങളും ഒക്കെ ഭയങ്കര സമ്പത്ത്. അപ്പൊ അയാൾ കരുതി 2.5 മണിക്കൂർ സമയം ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം പുറത്തിറങ്ങിയാൽ പിന്നെ തിരിച്ച് കയറാനും പറ്റൂല, എന്നാൽ എന്ത് ചെയ്യുക, രാജാവിന്റെ ബെഡ്റൂമല്ലേ, ഇത് ജീവിതത്തിൽ ഒരിക്കൽ കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ്, ഇതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് മൂപ്പര് അവിടെ ഒക്കെ അങ്ങനെ കറങ്ങി നടന്നപ്പോൾ ഒരു ടീപ്പോയിലുണ്ട് രാജാവിനുള്ള ഭക്ഷണം കൊടുന്ന് വെച്ചിട്ട്. അയാൾ കുറച്ചൊന്ന് നാവിൽ വെച്ച് നോക്കിയപ്പോൾ അപാര ടേസ്റ്റ്, ഇതുവരെ രുചിക്കാത്തത്ര രുചി. അപ്പോ ഇയാൾ എന്ത് ചെയ്തു, അവിടെ ഇരുന്ന് കണ്ട് ആ ഭക്ഷണം ഫുള്ള് കഴിച്ച്. പിന്നെ മനുഷ്യനാണല്ലോ, ലോഡിങ് കഴിഞ്ഞാൽ പിന്നെ അൺലോഡിങ്ങും നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അയാൾ നോക്കുമ്പോൾ രാജാവിന്റെ ബാത്റൂം വളരെ മാർബിൾ കൊണ്ട് കൊത്തുപണിയൊക്കെ ഉള്ള സുന്ദരമായ സൗകര്യങ്ങളൊക്കെ ഉള്ള ബാത്റൂം. അപ്പൊ മൂപ്പര് എന്ത് ചെയ്തു, മൂപ്പരെ കാര്യം സാധിക്കാൻ കുറച്ച് സമയം അവിടെയും ചെലവാക്കി. അപ്പോഴൊന്നും മൂപ്പർക്ക് ടെൻഷൻ വന്നില്ല, കാരണം മൂപ്പര് വിചാരിച്ചു 2.5 മണിക്കൂർ സമയം ഉണ്ടല്ലോ, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇനി ആ ജീവിതത്തിൽ കിട്ടാത്തൊരു അവസരമല്ലേ എന്ന് കരുതി. പിന്നെ അത് കഴിഞ്ഞ് മൂപ്പര് വിചാരിച്ചു ഇനിയും സമയം ഒരുപാട് ബാക്കിയാണ്, രാജാവിന്റെ ബെഡ്റൂമൊക്കെ ഒന്ന് നടന്ന് കാണാം. അപ്പൊ അവിടുത്തെ സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു വന്നപ്പോൾ രാജാവിന്റെ കിടക്ക കണ്ടു. അയാള് ഒന്ന് തൊട്ട് നോക്കി, തൂവല് പോലെ സോഫ്റ്റ്. അതിമൊന്ന് കൈ അമർത്തി നോക്കി, ഒരു പഞ്ഞിക്കെട്ട് പോലെ അമർന്നു പോകുന്നുണ്ട്. പിന്നെ മൂപ്പരയിൽ ഇരുന്നപ്പോ ഭയങ്കര സുഖം. ആ മൂപ്പരയിൽ കിടന്നു, അപ്പൊ അതിലേറെ സുഖം. ചുരുക്കത്തിൽ മൂപ്പര അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞ് വാതിലിന്റെ മുട്ട് കേട്ടപ്പോഴാണ് എന്ത് ചെയ്തത്, അയാൾ എണീറ്റ് നോക്കുമ്പോൾ രാജാവിന്റെ ദൂതൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ സമയം കഴിഞ്ഞു, നിങ്ങൾ പുറത്തിറങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, പഠിച്ചോനെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല, രാജാവിനോട് കുറച്ചും കൂടി സമയം നീട്ടിത്തരാൻ പറയുന്നു പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, ഇല്ല, എന്റെ രാജാവ് സമയം ഇനി ഒരിക്കലും നീട്ടിത്തരൂല എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, എന്നാ ഒന്ന് അങ്ങോട്ട് പോയിട്ട് എന്താ കിട്ടണമെന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് ഒന്ന് ഇങ്ങോട്ട് തന്നെ വരാം, അത്രയെങ്കിലും സമയം രാജാവിനോട് തരാൻ പറയുന്നു പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ രാജാവ് ഭയങ്കര കാരുണ്യവാനാണ്, ഭയങ്കര സ്നേഹമുള്ള ആളാണ്, ഒക്കെ ശരിയാണ്, പക്ഷെ ചില കണ്ടീഷനുകളുണ്ട്, അപ്പോൾ അനുവദിച്ച സമയത്തൊന്നും ഒരു സെക്കൻഡ് പോലും എന്റെ രാജാവ് നീട്ടിത്തരൂല എന്ന് പറഞ്ഞു. അയാൾ വളരെ വിഷമത്തിൽ സങ്കടത്തിൽ അവിടുന്ന് ഇറങ്ങേണ്ട അവസ്ഥ വന്നു. അപ്പൊ ഇയാളെ പറ്റിയിട്ട് നമ്മളെന്താ പറയാ, ഒരു പൊട്ടനാണ്, ഒരു വല്ലാത്തൊരു അന്തം കഥയില്ലാത്ത മനുഷ്യനാണ്. ആ രാജാവിന്റെ ഖജനാവിന്ന് ഒരു പവിയെങ്കിലും എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അയാളെ കയ്യിൽ ഒതുങ്ങുന്ന സാധനമെങ്കിലും എടുത്ത് പോന്നിരുന്നെങ്കിൽ ഇയാൾ അന്ന് ആ കഴിച്ച ഭക്ഷണത്തിനെക്കാട്ടി നല്ല ഭക്ഷണം ജീവിതകാലം മൊത്തം കഴിക്കായിരുന്നു. അന്ന് പിന്നെ ഉറങ്ങിയ കിടക്കനെക്കാട്ടി നല്ല കിടക്കിൽ ജീവിതകാലം മൊത്തം ഉറങ്ങായിരുന്നു. ഈ 2.5 മണിക്കൂർ ഉറങ്ങിയതല്ലല്ലോ ഉറക്കം. അപ്പൊ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും, ഇയാളൊരു പൊട്ടനാണ്, ഒരു വിഡ്ഢിയാണ്, എന്തൊരു വിഡ്ഢിത്തരാണ് അയാൾ ചെയ്തതെന്ന് പറയും. സത്യത്തിൽ നിങ്ങൾ ഇനിയും നിങ്ങളെയൊക്കെ പറ്റിയൊന്ന് ആലോചിച്ച് നോക്കാണ്, നമ്മൾ ഈ പൊട്ടത്തരം തന്നെയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ രാജാവായ പടച്ച തമ്പുരാൻ നമ്മളോട് പറഞ്ഞു, എനിക്കൊരു കുറച്ച് സമയം ഭൂമിയിൽ തരാം, അവിടുന്ന് പവ്യങ്ങളും രത്നങ്ങളും സ്വർണവും വെള്ളിയൊക്കെ എടുത്തു പോരെ, എന്നാ എനിക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷത്തില് സമാധാനത്തില് ആസ്വദിച്ച് അർമാദിച്ച് മരണമില്ലാത്ത ലോകത്ത് ജീവിക്കാന്ന് പറഞ്ഞു. സത്യത്തിൽ ഇവിടുത്തെ ഓരോ പവ്യവും മുത്തെന്ന് പറഞ്ഞ ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹു അക്ബർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതൊക്കെ ഇവിടുത്തെ പവ്യങ്ങളും മുത്തുകളുമാണ്. അത് നമുക്ക് അതിന്റെ വില മനസ്സിലാവാത്തതുകൊണ്ടാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാല് സ്വർഗത്തിൽ എത്തിയൊരു മനുഷ്യൻ സങ്കടപ്പെടുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. ആ മനുഷ്യന് പെട്ടെന്ന് സ്വർഗത്തിൽ എന്ത് ചെയ്യും, ആള് സ്വർഗത്തിലാണ്, അപ്പൊ വല്ലാത്തൊരു സുഗന്ധം വരും. വല്ലാത്തൊരു സുഗന്ധം വരുമ്പോ ജീവിതത്തിൽ ഇന്ന് വരെ കേൾക്കാത്ത ഒരു സുഗന്ധം. അപ്പൊ ചോദിക്കും, എവിടുന്നാണ് ആ സുഗന്ധം, ഞാൻ ഇതുവരെ അത് കേട്ടിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പൊ മലക്ക് പറയും, തന്റെ തൊട്ടടുത്തുള്ള സ്വർഗത്തിലുള്ള ആള് കിടക്കണോടത്തുനിന്ന് തിരിഞ്ഞു കിടന്നതാണ്, അപ്പൊ അവിടുന്ന് വന്ന സുഗന്ധമാണ് അതെന്ന് പറയും. അപ്പൊ ഇയാൾ പറയും, ഇന്നെക്കാട്ടിയും കൂടുതൽ അയാൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ മലക്ക് പറയും, അന്നെക്കാട്ടിയും കൂടുതൽ ഒരു സുബ്ഹാനല്ലാഹ് അയാൾ അധികം ചെല്ലിയിട്ടുണ്ടെന്ന് പറയും. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ആ മനുഷ്യന്റെ സങ്കടം എത്ര വലുതാണ്. ഇക്കാര്യം സ്വർഗവാസിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല, പക്ഷെ ദുന്യാവില് വേസ്റ്റാക്കി കളഞ്ഞ സമയങ്ങൾ ഓർത്ത് മാത്രമാണ് സ്വർഗവാസി സങ്കടപ്പെടാന്ന് വിശ്വാസത്തിന്റെ ഹദീസുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഒരു 2.5 മണിക്കൂർ സമയത്തേക്ക് എന്ന് പറഞ്ഞ പോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് പറഞ്ഞയച്ചാണ്. പക്ഷെ നമ്മൾ ഇവിടുത്തെ ഭക്ഷണം കഴിച്ച്, ഇവിടുത്തെ കക്കൂസ് പോയി, ഇവിടുത്തെ കിടക്കയിൽ കിടന്നുറങ്ങി തൽക്കാലത്തെ ഈ ജീവിതത്തിൽ പറ്റാവുന്നത്ര ആസ്വദിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പവ്യങ്ങളും മുത്തുകളും സ്വർണങ്ങളും രത്നങ്ങളും ഒക്കെ പെറുക്കിയെടുക്കാൻ നമ്മൾ മറന്നു പോവാണ്. ഇനി രാജാവിന്റെ ദൂതൻ വരും, അന്ന് നമ്മൾ പറയും, എനിക്ക് കുറച്ച് സമയം കൂടി അനുവദിച്ചു തരാൻ രാജാവിനോട് പറയണമെന്ന് പറയും. മൂപ്പര് കേൾക്കൂല. അപ്പൊ മനുഷ്യൻ പറഞ്ഞു പോകുന്നതാണ്, ഞാൻ ഒന്ന് ഭൂമിയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നാട്ടെ, എന്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ സദക്ക ചെയ്ത് എന്നെ കൊണ്ട് പറ്റുന്ന നന്മ ചെയ്ത് ഞാൻ തിരിച്ചു വരാന്ന് പറഞ്ഞു പോകും മൗത്തിന്റെ സമയത്ത് അസ്രായേലിനോടെന്ന് പറയും. പക്ഷെ ഒരു സെക്കൻഡ് പോലും നമുക്ക് നീട്ടിത്തരില്ല എന്നുള്ള വലിയൊരു അവസ്ഥ നമ്മളെ മുന്നിൽ വരാണ്ട്.
അതുകൊണ്ട് സമയമാണ് ഏറ്റവും വിലപ്പെട്ടത്. സമയത്തെ പാഴാക്കാതിരിക്കുക. നമുക്ക് പറ്റുന്ന പോലെ ഏത് രീതിയിൽ കഴിയുമോ ആ രീതിയിൽ നമ്മൾ മുതലാക്കിക്കൊണ്ടിരിക്കുക. ഏത് ജോലിന്റെ അടിയിലും ഏത് കാര്യങ്ങൾക്കടിയിലും ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് പറ്റും. ഒരു മുഅ്മിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം മൊത്തം ഇബാദത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ ഇബാദത്തിനായിട്ടൊരു സമയം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. കുടുംബ ബന്ധം ചേർക്കുന്നതും മക്കളെ സ്നേഹിക്കുന്നതും മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതും മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം ഭർത്താവിനെ പരിഗണിക്കുന്നതും ഭാര്യനെ സ്നേഹിക്കുന്നതും ഒക്കെ എന്താണ് വലിയ പുണ്യമുള്ള കാര്യമാണ് നമുക്കൊക്കെ. എനിക്ക് പ്രതിഫലം എത്ര വലുതാന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ നമ്മളെ ജീവിതത്തെ കഴിയുന്ന പോലെ മാറ്റുക. പഠിച്ചവന് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് ജീവിതം മാറ്റാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ തന്നെ ആക്കി തരട്ടെ. നാളെ നമ്മളെല്ലാവരും ജന്നാത്തുൽ ഫിർദൗസിൽ ഇവിടുത്തെ രസങ്ങളും സന്തോഷങ്ങളൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് അർമാദിച്ച് ജീവിക്കണം കൂട്ടത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.